ഹലോ, ഞാൻ ഡോക്ടർ മീനു, SH മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ? അപ്പോൾ ലൈഫിലെ ഒരു മേജർ ഇവൻ്റായ പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യണ്ടേ? തീർച്ചയായും വേണം. പ്രഗ്നൻസിക്ക് ഒരു 6 മാസം മുൻപ് തൊട്ടേ നമുക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങാം. ആരാണ് പ്ലാൻ ചെയ്യേണ്ടത്? പങ്കാളികൾ 2 പേരും പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പുരുഷന്മാരാണെങ്കിൽ സ്ഥിരമായി സ്മോക്ക് ചെയ്യുന്നവരോ സ്ഥിരമായി മദ്യപിക്കുന്നവരോ ആണെങ്കിൽ ശീലങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തണം. ഇനി സ്ത്രീകളുടെ കാര്യമാണെങ്കിലോ ഒരുപാട് പറയാനുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും 2 പേരും ഡോക്ടറെ കണ്ട് അവർ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. സ്ത്രീയുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ്, ബ്ലഡ് ഷുഗേഴ്സ് ഇതെല്ലാം പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യണം. ഇനി അവർ മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹൈ ബ്ലഡ് പ്രഷറിന്, അല്ലെങ്കിൽ ഡയബറ്റിസിന്, അല്ലെങ്കിൽ എപ്പിലെപ്സിക്ക്, ഇങ്ങനെ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ ഈ മരുന്നുകൾ പ്രഗ്നൻസിയിൽ കഴിക്കാവുന്നതാണോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി സേഫ് അല്ല എന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള മരുന്നുകളിലേക്കും കറക്റ്റ് ആയിട്ടുള്ള ഡോസുകളിലേക്കും നമ്മൾ മാറണം. ഇതിനൊക്കെ നേരത്തെ തന്നെ ഒരു ഡോക്ടറെ കണ്ടിരിക്കണം. ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, കറക്റ്റ് ബോഡി വെയ്റ്റിന് വേണ്ടിയുള്ള വ്യായാമങ്ങൾ, ഇതൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് എടുക്കേണ്ട ചില വാക്സിൻസ്, അതായത് റുബെല്ല വാക്സിൻ, ചിക്കൻ പോക്സ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, ഇതൊക്കെ പ്രഗ്നൻസിക്ക് ഒരു 1 to 2 months മുമ്പ് തന്നെ എടുത്തു വെക്കണം. പ്രഗ്നൻസിയിൽ പ്രധാനമായും 2 വൈറ്റമിൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ഗർഭിണിയാകുന്നതിന് മുൻപേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡിയും ഫോളിക് ആസിഡും. ഇത്രയൊക്കെ പറഞ്ഞാലും ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് 2 പാർട്ട്നേഴ്സിൻ്റെയും മെൻ്റൽ ഹെൽത്ത്. 2 പേരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, സന്തോഷമുള്ള ഒരു എൻവയൺമെൻറ്റിലേക്ക് വേണം നമുക്ക് കുഞ്ഞിനെ സ്വാഗതം ചെയ്യാൻ. താങ്ക് യു.